ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിറ്റി ആയിട്ടുള്ള സിൽക്ക് കോട്ടൺ ഫാബ്രിക്കിനകത്ത് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അതിനകത്തേക്ക് വന്നിട്ടുള്ള സിമ്പിൾ ഒരു എത്നിക് കുർത്തിയാണ്. സ്ലിറ്റഡ് സ്റ്റൈലാണ്. 2 സൈഡ് സ്ലിറ്റ്സും അതുപോലെ മിഡിൽ സ്ലിറ്റും വരുന്നുണ്ട്. ഇതെല്ലാം ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് വരുന്ന ഒരു ഡെയിലി വെയർ കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രൈസ് വന്നിരിക്കുന്നത് 899 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ വേഗം നോക്കും. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ഗ്രീൻ അല്ലെങ്കിൽ ടീൽ ബ്ലൂ, രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ എന്ന് പറയാം. അതിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഓരോ ഫാബ്രിക്കിനകത്തും അതുപോലെ ഓരോ ഫാബ്രിക്കിനകത്ത് വരുന്ന പ്രിൻറ്റിൻ്റെ ബേസിസിൽ നമ്മളതിനെ വാഷ് കെയർ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫാബ്രിക്സിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ വരിക. ബിക്കോസ് ഇത് സിൽക്ക് കോട്ടനകത്ത് സ്ക്രീൻ പ്രിൻ്റ് ആണ്. സ്ക്രീൻ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ വാഷ് ചെയ്യുന്ന സൈക്കിൾസിൽ വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുക. കാരണം ഈ പ്രിൻറ്റ് ഇളകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കെയർ കൊടുത്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ ഡ്രൈ ചെയ്യാൻ പുറത്തേക്ക് ഇടുകയാണെങ്കിലും ഇൻസൈഡ് ഔട്ട്, അതായത് ഇതിനെ തിരിച്ച് ഈ ഒരു പോർഷൻസ് ആണ് ഇതിനെ ഫേസ് ചെയ്യുന്ന രീതി വേണം ഇടാനായിട്ട്. അയൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യുവാണെങ്കിൽ, സ്റ്റീം അയണിങ് ആണെങ്കിൽ പിന്നെയും ഓക്കെയാണ്. അതല്ല അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം അതിൽ കയറി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അയൺ ചെയ്യുമ്പോഴും ഇത് ഇൻസൈഡ് ഔട്ട് ഇട്ടിട്ട് അയൺ ചെയ്യുക. സ്റ്റീം അയണിങ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നാൾ അറ്റയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. വാഷ് കെയർ എല്ലാത്തിൻ്റെയും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കളർ നോക്കുക. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ് കേട്ടോ. ബ്രൗണിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 899, റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് കേട്ടോ. റെഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 899, റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് കളറാണ് ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ. നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ടൈപ്പിലെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ. പ്രൈസ് വന്നിരിക്കുന്നത് 899 ആണ്. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്ട്സ് ആണ്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ആവുക. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.